അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. കഴിഞ്ഞ 35 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ഒരു മത്സര സ്വഭാവമുള്ള പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ് ധാക്ക. വെറും ഒരു തിരഞ്ഞെടുപ്പല്ല ഇത്, ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒന്നാണ്. ആരാണ് ഈ മത്സരത്തിൽ ഉള്ളത്? എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് വന്നത്? പരിശോധിക്കാം. ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളെ എത്തിച്ച സാഹചര്യം വളരെ പ്രധാനമാണ്. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിശ്വസ്തനായിരുന്ന പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിഞ്ഞ മാസം തന്റെ സ്ഥാനം രാജിവെച്ചിരുന്നു. ഭരണഘടന അനുസരിച്ച് സ്ഥാനം ഒഴിവായി 90 ദിവസത്തിനുള്ളിൽ പുതിയൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അടിയന്തര തിരഞ്ഞെടുപ്പ്, ഈ ഒരു ഇലക്ഷൻ നടക്കുന്നത്. ധാക്കയിലെ ജാതീയ സൻസദ് ഭവൻ, അതായത് ബംഗ്ലാദേശ് പാർലമെന്റ് ബിൽഡിംഗിലാണ് പ്രസിഡൻഷ്യൽ വോട്ടിംഗ് നടക്കുന്നത്. വോട്ടിംഗ് സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഇവിടെ വോട്ട് ചെയ്യുന്നത് 349 MP-മാരാണ്. 350 അംഗ പാർലമെന്റിൽ ഒരു സീറ്റ് നിലവിൽ വേക്കന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഇലക്ട്രൽ കോളേജ് 349 ആയിട്ട് മാറിയത്. ഇലക്ഷൻ കമ്മീഷനാണ് പ്രോസസ് നിയന്ത്രിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ AMM നസീറുദ്ദീൻ ആണ് പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആണ്. അതായത് ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNPയുടെ നേതാവായ മിർസ ഫഖ്റുൽ ഇസ്ലാം ആലംഗീറാണ് ഒരു ഭാഗത്ത്, മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ 11 പാർട്ടി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ റിട്ടയർഡ് കേണൽ ഒലി അഹമ്മദും മത്സരിക്കുന്നു. ഭരണകക്ഷിയായ BNPക്ക് പാർലമെന്റിൽ 3-ൽ 2 ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ആലംഗീർ തന്നെയാണ് വലിയ ഒരു ഫേവറേറ്റ് എന്ന് പറയാം. സാധാരണഗതിയിൽ ബംഗ്ലാദേശിലെ പ്രസിഡന്റ് പദവി കേവലം ഒരു സെറിമോണിയൽ, അതായത് ചടങ്ങുകൾക്ക് മാത്രമുള്ള സ്ഥാനം മാത്രമാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്ന കെയർടേക്കർ ഗവൺമെന്റ് സംവിധാനത്തിൽ പ്രസിഡന്റിന്റെ പവർ വളരെ വലുതാണ്. പ്രധാനമന്ത്രിയെയും ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന അധികാരങ്ങൾ പ്രസിഡന്റിനുണ്ട്. ഇതുകൂടാതെ രാജ്യത്തിന്റെ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ പദവി ആരാണ് കൈയാളുന്നത് എന്നത് ബംഗ്ലാദേശിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കും. ഇക്കണോമിസ്റ്റായ മിർസ ഫഖ്റുൽ ഇസ്ലാം ആലംഗീർ BNPയുടെ കരുത്തനായ നേതാവാണ്. ഖാലിദ സിയയുടെ വിശ്വസ്തൻ കൂടിയായ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നതിലൂടെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തി പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകാൻ BNP ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഇത് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ വലിയൊരു പവർ ഷിഫ്റ്റ് തന്നെ ആയിരിക്കും. ഇനിയുള്ള ചോദ്യം, ഇന്ത്യക്ക് ഇതെന്താണ്, ഈ ഇലക്ഷൻ എന്താണ് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിലുള്ള ഒരു രാജ്യമാണ്. ബോർഡർ സെക്യൂരിറ്റി മുതൽ ട്രേഡ് വരെ, നോർത്ത് ഈസ്റ്റ് കണക്ടിവിറ്റി മുതൽ റിവർ വാട്ടർ ഇഷ്യൂസ് ഉണ്ട്, മൈഗ്രേഷൻ മുതൽ റീജിയണൽ സെക്യൂരിറ്റി വരെ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ധാക്കയിലെ പവർ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഓരോ മേജർ ചേഞ്ചും ന്യൂഡൽഹി ശ്രദ്ധിക്കുന്നതാണ്. ഹസീന യുഗം കഴിഞ്ഞു. യൂനസിന്റെ ഇന്ററിം ഫേസ്, ഇടക്കാല ഗവൺമെന്റിന്റെ ആ ഒരു ഫേസ് കഴിഞ്ഞു. BNP വീണ്ടും അധികാരത്തിലെത്തി. ഇപ്പോൾ പുതിയ പ്രസിഡന്റ് കൂടി വരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ ഇലക്ഷനിലെ ശരിക്കുമുള്ള ചോദ്യം ഒന്നാണ്, ആരാണ് ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് എന്നതിലുപരി പുതിയ ബംഗ്ലാദേശ് എങ്ങോട്ടാണ് പോകുന്നത് എന്നതാണ്. അതിനുള്ള ഉത്തരം ഇന്നത്തെ വോട്ടിലും അതിനുശേഷമുള്ള ധാക്കയുടെ പൊളിറ്റിക്കൽ മൂവ്സിലും കാണാം. 35 വർഷത്തിന് ശേഷം ബാലറ്റ് പെട്ടി വീണ്ടും തുറക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ പുതിയൊരു പരീക്ഷണമാണ്. ബംഗ്ലാദേശിന്റെ ഒരു പുതിയ രാഷ്ട്രീയ അധ്യായം ഔദ്യോഗികമായി തുടങ്ങുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലവും ആര് പ്രസിഡന്റ് ആകുമെന്ന വിവരങ്ങളും നാളെ തന്നെ അറിയാൻ സാധിക്കും. ബാക്കി വഴിയേ അറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.